ഈ കാട്ടിൽ പാട്ട് തന്നവനാണ്. ദാവീദ് കാട്ടിൽ പോയി. അവിടെ ആരോട് മിണ്ടാനാ? ആടായേ ഉള്ളൂ. ആടിനോട് എന്തോ മിണ്ടാനാ? കാട്ടിൽ ഒറ്റപ്പെടൽ അവൻ ഇരുന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ആടുകളോട് മിണ്ടാനും നോക്കില്ല, എന്നാ പിന്നെ ദൈവത്തോട് സംസാരിക്കാൻ വിചാരിച്ചു. അവനിങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ദൈവം അവനിലൂടെ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. വല്ലതും പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഏകാന്തതകൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നിലൂടെ ജനത്തോട് സംസാരിക്കും. ഏകാന്തത അനുഭവിച്ചവനെ കൊണ്ട് ഏകാന്തത മാറ്റുന്ന പാട്ടുകൾ ദൈവം എഴുതിപ്പിച്ചു. പ്രാർത്ഥിച്ചോണ്ട് നീ അവിടെയും തീർന്നില്ല. ഇസ്രായേലിൽ രാജാവിനെ വേണ്ടി വന്നപ്പോൾ ആരാണ് ദാവീദിനെ റെക്കമെൻഡ് ചെയ്ത്? പറയൂ, ആരാണ് റെക്കമെൻഡ് ചെയ്തത്? ശൗലാണോ? അല്ല. ശൗമേലാണോ? അല്ല. ശൗമേൽ എന്ന പ്രവാചകന്റെ ഷോർട്ട് ലിസ്റ്റിലോ ലോങ് ലിസ്റ്റിലോ ദാവീദ് ഇല്ലായിരുന്നു. എന്നെ നോക്കിയേ, ഇന്ന് രാത്രി ഇവിടെ വന്ന് ദൈവം ഇതിലേ ആരെല്ലാം നിന്നെ എവിടുന്നൊക്കെ വെട്ടിയാലും തമ്പുരാൻ ടിക്കിട്ടാൽ നിൽക്കേണ്ട സ്ഥലത്ത് നീ നിന്നിരിക്കും. ആരുടെ എല്ലാം ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. സോദര ശക്തിയോട് പറഞ്ഞേ, ദാവീദിനെ റെക്കമെൻഡ് ചെയ്ത ആരുമല്ല. ശൗൽ റെക്കമെൻഡ് ചെയ്തില്ല. ശൗമേലിന്റെ പ്ലാനിൽ അവനില്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, രാജാവാക്കാൻ കൊള്ളാകുന്ന ഒരുവൻ കാട്ടിക്കിടപ്പുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്ന് നിന്നോട് പറയാ, നിന്നെ ദൈവം ഇവിടുന്നൊക്കെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുത്തുമ്പോഴേ ഓർത്തോണം, ലോകത്തിൽ ആരെല്ലാം നിന്നെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ആരെല്ലാം നിന്നെ തഴഞ്ഞാലും നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചിലർ റെക്കമെൻഡ് ചെയ്യും. രാജാവാക്കാൻ കൊള്ളാകുന്നവൻ, ഇന്ന സ്ഥലത്തിരുത്താൻ കൊള്ളാകുന്നവൻ ഒരുവൻ ഇന്നടത്ത് കിടപ്പുണ്ടെന്ന് ദൈവം റെക്കമെൻഡ് ചെയ്യും. നീ എവിടെ കിടന്നാലും ദൈവം നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരേണ്ടടത്ത് കൊണ്ടിരുത്തും. ഒന്ന് കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് വാ തുറന്ന് അന്യഭാഷയിൽ ഹല്ലേലൂയ. ആര് തഴഞ്ഞാലും ദൈവത്തിന്റെ സമയത്ത് നിൽക്കേണ്ടത് നിൽക്കും. ഈ ദാവീദ് കാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു. ശൗല് നാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു. ഈ നാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട്, കാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട്. അവരുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കറിയാം, അവിടെ ഹല്ലേലൂയ കേട്ടാൽ അറിയാം. ദാവീദ് പറഞ്ഞു, അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വില്ലുകളെ അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് യുദ്ധാഭ്യാസം കിട്ടിയത് ശൗലിന്റെ സൈനിക കോളേജിൽ നിന്നല്ല, സ്വർഗീയ സൈനിക കോളേജിൽ നിന്നായിരുന്നു. എന്തുകൊണ്ട് ഇടറി? പ്രതീക്ഷിച്ച് നടന്നില്ല. പ്രതീക്ഷിക്കുന്നതൊക്കെ നടന്നാൽ ദൈവം നല്ലവനാ. പ്രതീക്ഷിക്കാത്തതും ചിലപ്പോൾ സംഭവിക്കും. ആഗ്രഹിക്കാത്തതും ക്രിസ്ത്യ ജീവിതത്തിൽ വരും. God's plan is always the best. Sometimes the process is painful and hard. But do not forget that when God is silent, He is doing something for you. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതും ശ്രേഷ്ഠകരമായിരിക്കും. പക്ഷെ അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനുള്ള പ്രോസസ് പെയിൻഫുൾ ആയിരിക്കും, കഠിനകരമായിരിക്കും, വേദനാജനകമായിരിക്കും. ഇതാ ക്രിസ്ത്യ ജീവിതം കേട്ടോ, മറക്കരുത്. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭമായിരിക്കും ഇപ്പോഴത്തെ നിശബ്ദത. ദൈവം നിന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, വലിയൊരു ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി ആരംഭിക്കുന്നു.